ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കണു. ഞാൻ അധികം ദീർഘിപ്പിക്കാതെ തന്നെ ഒരു പ്രധാന കാര്യം ആദ്യം നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് പറയാന്ന് വിചാരിക്കുകയാണ്. നമ്മളുടെ പുതിയ കഥ ഇൻഷാ അല്ലാ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നാളെ കൃത്യം 2 മണിക്ക് നിങ്ങൾക്ക് പുതിയ എപ്പിസോഡ് തരാമെന്നുള്ള പൂർണ്ണ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു വെൽക്കം വീഡിയോ ആയിട്ട് എല്ലാവരും കണക്കാക്കി നമ്മൾ ഇൻവിറ്റേഷൻ ആയിട്ട് കൂട്ടി എല്ലാവരും നാളെ 2 മണിക്ക് കൃത്യം ജയ്ബൂസ് വേൾഡ് എന്ന നമ്മളുടെ യൂട്യൂബ് ചാനലിൽ എത്തുക. കാരണം 2 മണിക്ക് നമ്മളുടെ പുതിയ കഥ, എന്താണ് പുതിയ കഥയുടെ പേര്? അതെ, പുതിയ കഥയുടെ പേരാണ് സ്വപ്നം പോലെ. അപ്പോൾ ഇത് ഒരു സ്വപ്നം പോലത്തെ ഒരു വീടിന്റെ കഥയാണ്, ഒരു കൂട്ടുകുടുംബത്തിന്റെ കഥയാണ്, ഒരു വീട്ടിലെ കുറേ പേരുടെ സ്വപ്നങ്ങളുടെ കഥയാണ്, ഒരു ഉമ്മാന്റെയും ഉപ്പാന്റെയും വലിയ ഒരു സ്വപ്നത്തിന്റെ കഥയാണ്. അപ്പൊ എന്തായാലും ഈ കഥയിൽ നിങ്ങളോട് പറയാനും നിങ്ങൾക്ക് കാണിക്കാനുമായിട്ട് ഒരുപാട് 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 കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതുവരെയുള്ള ഉണ്ടായിരുന്ന നമ്മളുടെ എല്ലാ കഥകൾക്കും കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന പോലെ ഈ കഥ നിങ്ങളെല്ലാവരും സ്വീകരിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയ കഥ തുടങ്ങാണ്, സ്വപ്നം പോലെ. അപ്പൊ ഈ ഒരു സ്വപ്നം പോലെ നിങ്ങളെല്ലാവരും ഇതുവരെ കണ്ട് മറ്റുള്ള കഥകൾ വിജയിപ്പിച്ച പോലെ വിജയിപ്പിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. പിന്നെ എല്ലാ കാര്യങ്ങളും വിശേഷങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ പറയണം. മാക്സിമം നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്തെടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടണം. അപ്പൊ എന്തായാലും എല്ലാവരോടും സന്തോഷവും സ്നേഹം മാത്രം. ഇതുവരെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കമന്റ്സ് ആയിട്ടും നല്ല നല്ല വിശേഷങ്ങളായിട്ടും നല്ല നല്ല മെസ്സേജുകളായിട്ടും ഇടയ്ക്ക് കോള് വിളിക്കുന്നവർ അങ്ങനെ ആയിട്ടും ഒക്കെ കുറേ പേര് ഇപ്പോഴും നമുക്ക് വിളിക്കാനും വർത്താനം പറയാനൊക്കെ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയക്കലുണ്ട്. എല്ലാവരുടെ കമന്റിനും എല്ലാവരുടെ മെസ്സേജിനും ഒന്നും ഞാൻ ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റില്ല. പുതിയ കഥയുടെ എഴുത്തും പുതിയ കഥയുടെ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ആലോചനകളും പിന്നെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ചധികം തിരക്കുകളായിരുന്നു. പോരാത്തതിന് ഇപ്പോൾ ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള വേറൊരു വിശേഷം കൂടി നമ്മളെ ഈ ഒരു കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളും കൂടി ഇൻഷാ അല്ലാ വരുന്ന ദിവസങ്ങളായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ നമ്മളെ യൂട്യൂബ് കാരണം കൊണ്ട് വന്നിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ്, യൂട്യൂബ് കാരണം കൊണ്ട് വന്നിട്ടുള്ള ഓരോരോ സന്തോഷങ്ങളാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കൊണ്ടും കിട്ടിയ വിജയങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇനിയും പുതിയ കഥ സ്വപ്നം പോലെ എന്നുള്ള ഈ ഒരു കഥ എല്ലാവരും എന്താ പറയുക സ്വീകരിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ തുടക്കം വെക്കാൻ പോകണം. നാളെ 1-ാമത്തെ എപ്പിസോഡ് തുടങ്ങാൻ പോവാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ പുതിയ കഥ തുടങ്ങാന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കഥയുടെ പേരെന്താണെന്നുള്ളത്. അന്ന് നമ്മൾ കഥക്ക് ഒരു കറക്റ്റ് ഒരു ടൈറ്റിൽ കാര്യങ്ങളൊന്നും മനസ്സിൽ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു കഥക്ക് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയാലോ എന്നുള്ള ഒരു പ്ലാന് മനസ്സിലേക്ക് വന്നപ്പോൾ എനിക്ക് ആദ്യം വന്നിട്ടുണ്ടായ ഇങ്ങനെ കുറേ പേരോട് ഞാനിങ്ങനെ ആലോചിച്ചതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കുഴപ്പമില്ല, ഈ ഒരു പേര് ഈ കഥക്ക് ആപ്റ്റ് ആവും, ഈ കഥക്ക് അത് ഓക്കെ ആവും എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഈ സ്വപ്നം പോലെ എന്നുള്ള ഈ ഒരു പേര് ഈ കഥക്ക് കൊടുക്കാൻ കാരണം ഇതിൽ പറയാൻ ഒരുപാട്, എല്ലാവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോ സ്വപ്നങ്ങളാണ്. നമ്മളൊക്കെ ഓരോരോ സ്വപ്നം കണ്ട് ജീവിക്കണവരാണ് അല്ലേ. എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് നടക്കുന്ന സ്വപ്നങ്ങളും നടക്കാത്ത സ്വപ്നങ്ങളും നമ്മൾ നടക്കുമെന്നറിയാതെ കാണുന്ന സ്വപ്നങ്ങളും അങ്ങനെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളാണ് നമ്മളൊക്കെ ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നത് തന്നെ. അപ്പൊ ഇതും ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങളുടെയും ദുഃഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഒക്കെ കഥകളാണ്. ഒരുപാട് ഒരുപാട് കഥകൾ ഇതിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുണ്ട്. എത്ര എപ്പിസോഡുകൾ ഇത് പോകും എങ്ങനെ എന്താണെന്നൊന്നും എനിക്ക് പറഞ്ഞൂടാ. ഞാനിപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഒരു കുറച്ച് എപ്പിസോഡുകൾ എഴുതി നമ്മൾ കഥക്ക് തുടക്കം വെക്കാൻ വേണ്ടി പോവാണ്. ഇനി വരുന്ന ഓരോരോരോ എപ്പിസോഡുകൾ നിങ്ങളുടെ പ്രതികരണങ്ങളും നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ അനുകൂലങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ബാക്കി നമ്മുടെ കഥ തുടർന്ന് പോകുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ എനിക്കിത് ഒരു എന്താ പറയുക, ഇന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഓൺ വോയിസിലായിട്ട് തന്നെ നിങ്ങളോട് ഈ വീഡിയോ ആയിട്ട് വന്ന് പറയാൻ മെയിൻ കാരണം ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല എപ്പോഴാണ് നമ്മളെ കഥ തുടങ്ങുന്നത് എന്ന്. കാരണം റിയ അവസാന എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം കുറേ പേര് നമ്മളെ ചാനലിലേക്ക് പിന്നെ പുതിയ കഥ വന്നിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആരും പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. അതിൻ്റെ മാറ്റം നമ്മളെ ചാനലിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നമ്മളെ ചാനലിൽ പുതിയ കഥ തുടങ്ങുമ്പോഴും നിങ്ങൾ നമ്മളെ ചാനലിൻ്റെ ടച്ച് ഒന്ന് വിടാണ്ടിരിക്കുക എന്നുള്ളത്. കാരണം ഇനി നമ്മൾ പുതിയ കഥ തുടങ്ങുമ്പോൾ
തുടങ്ങുമ്പോൾ തന്നെ ഇത് എത്ര പേർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ പുതിയ കഥയുടെ പണിയിലാണ്. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനലിൽ ടച്ച് വിടാതെ ഒന്ന് നിൽക്കണം, എന്നാലേ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് നമ്മളുടെ മെസ്സേജ് നമ്മളുടെ എപ്പിസോഡ് എത്തുള്ളൂ എന്നുള്ളത്. കാരണം യൂട്യൂബിൽ നമ്മൾ തുടർച്ചയായിട്ട് നമ്മളെ കൂടെ എൻഗേജഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുക്കുള്ളൂ. അല്ലാത്തവർക്ക് അത് സെർച്ച് ചെയ്ത് നമ്മളെ വീഡിയോ എടുത്ത് കാണേണ്ടി വരും. അപ്പം അല്ലാത്തവർക്ക് നമ്മൾ സ്ഥിരം നമ്മളെ ചാനൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് വെച്ചാൽ അതിൻ്റെ ഹോം പേജിലേക്ക് നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും ഫസ്റ്റ് ആയിട്ട് ഹോം പേജിൽ നിങ്ങളുടെ യൂട്യൂബ് തുറക്കുമ്പോൾ നമ്മളുടെ വീഡിയോ സജഷനിൽ വരും. അതാവുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാനും പറ്റും. നമ്മുടെ ചാനലിന് അതൊരു ഗുണമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുവരെ നിന്നവരൊക്കെ എല്ലാവരും ഇനി തിരിച്ചു വരിക. നമ്മുടെ ചാനലിൽ നിറയെ കഴിഞ്ഞിട്ട് അടുത്ത കഥ വരുമ്പോൾ വരാമെന്നും പറഞ്ഞ് പോയവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ പോയവരൊക്കെ ഓരോരുത്തരായിട്ട് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പുതിയ കഥ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പുതിയ കഥനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ 2 മണിക്ക് സ്വപ്നം പോലെ തുടങ്ങാൻ പോവുകയാണ്. കൂടെ ഉണ്ടാവൂലേ? അപ്പം എന്തായാലും നാളെ കാണാം.